സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന ഒരു പുതിയ സഖ്യമാണ് ഇന്ന് ലോകത്ത് ഏറെ ചർച്ചയാകുന്നത്. ബാബ് അൽ മൻദബ് കടലിടുക്ക്, ചെങ്കടൽ, ഏദൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലെ നാവിക സഞ്ചാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനായി ഒരു സമുദ്ര സൈനിക സഖ്യം രൂപീകരിക്കുന്ന കാര്യം സൗദി അറേബ്യയും മറ്റ് 13 രാജ്യങ്ങളും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇതിൽ 15 രാജ്യങ്ങൾ ഇതിനകം തന്നെ ഇതിൽ ഒപ്പിട്ടു. ഇപ്പോൾ ആ രാജ്യങ്ങളുടെ എണ്ണം 39ലേക്ക് പോകുന്നു എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തുവിടുന്നത്. കൂടുതൽ രാജ്യങ്ങൾ ഇതിൽ ചേരുമെന്നുള്ള പ്രതീക്ഷയിലാണ് സൗദി ഉള്ളത്. ബഹ്റിൻ, ബംഗ്ലാദേശ്, കോമറോസ്, ജിബൂട്ടി, ഈജിപ്ത്, ജോർദാൻ, കുവൈറ്റ്, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, സൊമാലിയ, സുഡാൻ, തുർക്കി, യമൻ എന്നിവയാണ് ഇതിൽ ആദ്യം ഒപ്പുവെച്ച രാജ്യങ്ങൾ. സൗദി അറേബ്യ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ കടലിടുക്കുകളുണ്ടല്ലോ, അത് അന്താരാഷ്ട്ര വ്യാപാര മേഖലയിൽ വളരെ പ്രാധാന്യം ഉള്ള കടലിടുക്കുകളാണ്. പ്രത്യേകിച്ചും എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട് കപ്പലുകൾ കടന്നു പോകുന്ന മേഖലകൾ. അവിടെ കഴിഞ്ഞ കുറേ നാളായി സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളത് ലോകരാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്കറിയാം. ഇറാൻ്റെ ആക്രമണം, ഹൂതികളുടെ ആക്രമണം, ഇറാൻ്റെ പിന്തുണയുള്ള മറ്റു പല സംഘടനകളും അവിടെ സൗദി അടക്കം ആക്രമിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഹോർമുസിലടക്കം കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ചെങ്കടൽ ഹൂതികളുടെ കൈവശമാണ് എന്ന് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ സമയത്താണ് ഇതിലേറ്റവും കൂടുതൽ തിക്തഫലം അനുഭവിക്കുന്ന സൗദി അറേബ്യ ഇത്തരം ഒരു അലയൻസുമായി മുന്നോട്ട് വരുന്നത്. സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചതനുസരിച്ച് ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണത്തെ ചെറുക്കാനാണ് തങ്ങൾ ഇത്തരമൊരു സംയുക്ത സമുദ്ര സംരക്ഷണ സേന രൂപീകരിക്കുന്നത് എന്നാണ്. ഇപ്പോൾ 15 രാജ്യങ്ങളാണെങ്കിൽ അതിൽ കൂടുതൽ രാജ്യങ്ങൾ, ഏതാണ്ട് 39ഓളം രാജ്യങ്ങളെ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സൗദി പ്രതിരോധ മന്ത്രാലയം മുന്നോട്ട് പോകുന്നത്. മൾട്ടിനാഷണൽ മാരിടൈം ഡിഫൻസ് സംഘത്തിൻ്റെ ആലോചന യോഗത്തിൽ ഈ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ടായി. അതുമാത്രമല്ല, ബാബ് അൽ മൻദബ്, ഏദൻ കടലിടുക്ക്, ചെങ്കടൽ എന്നിവിടങ്ങളിലെ വെല്ലുവിളി നേരിടാനും സ്വതന്ത്ര സമുദ്രപാത ഉറപ്പാക്കാനുമാണ് ഈ സംയുക്ത നാവികസേനയുടെ രൂപീകരണം എന്നാണ് ഇതിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം. കൂട്ടായ സമുദ്ര പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു ചട്ടക്കൂട് എന്ന നിലയിൽ മൾട്ടിനാഷണൽ മാരിടൈം ഡിഫൻസ് അലയൻസ്, അതായത് ബഹുരാഷ്ട്ര സമുദ്ര പ്രതിരോധ സഖ്യം രൂപീകരിക്കുന്നതായി ജൂലൈ 30 ഈ മന്ത്രാലയം പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഈ സഖ്യത്തിൻ്റെ ലക്ഷ്യങ്ങളോടും തത്വങ്ങളോടും യോജിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും സ്വാഗതം ചെയ്യുന്നുവെന്ന ഒരു തുറന്ന നിലപാടാണ് സൗദി സ്വീകരിച്ചത്. അതായത് ഒരു തുറന്ന അന്താരാഷ്ട്ര സഖ്യമെന്നാണ് മന്ത്രാലയം ഇതിനെ വിശേഷിപ്പിച്ചത്. പുതിയ അംഗത്വ അപേക്ഷകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സൗദി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഓഗസ്റ്റ് 13 അവർ പുറത്തുവിട്ട ഒരു കുറിപ്പ് പ്രകാരം ഈ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ച രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിക്കും എന്ന് തന്നെയാണ്, സംശയമില്ല. സഖ്യത്തിൻ്റെ ചാർട്ടറിൽ ഒപ്പുവെക്കുകയും ഔദ്യോഗികമായി ചേരുകയും പ്രഖ്യാപിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് അവർ പുറത്തുവിടുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പറഞ്ഞ ഒരു 2-3 യോഗങ്ങൾ അതിനുശേഷം ചേരുകയും ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫൈനൽ അലയൻസിലേക്ക് കാര്യങ്ങൾ എത്തുകയും മറ്റും ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായി ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ കാണുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. സഖ്യം എങ്ങനെ പ്രവർത്തിക്കുമെന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ രൂപീകരിച്ചു വരികയാണ് എന്നാണ് സൗദി പറയുന്നത്. എന്നാൽ അംഗരാജ്യങ്ങൾ, ഒരു സൗദി നൽകുന്ന ഏകദേശ രൂപമനുസരിച്ച് അംഗരാജ്യങ്ങൾ വിവരങ്ങളും രഹസ്യാന്വേഷണ വിവരങ്ങളും മറ്റും കൈമാറുകയും പ്രവർത്തനപരമായ ആസൂത്രണം നടത്തുകയും സംയുക്ത നാവിക അഭ്യാസങ്ങളും പരിശീലനങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്യും. ഇതിനു പുറമെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയും സംയുക്ത നാവിക ദൗത്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും. റിയർ അഡ്മിറൽ അബ്ദുള്ള ബിൻ സലിം അൽ ഷഹരിയെ സഖ്യത്തിൻ്റെ കമാൻഡറായി നിയമിച്ചതായും സൗദി മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംയുക്ത നാവിക പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക, അംഗരാജ്യങ്ങളുമായും മറ്റ് സമുദ്ര സഖ്യങ്ങളുമായും ഏകോപനം നടത്തുക, സഖ്യത്തിൻ്റെ ചാർട്ടറിന് കീഴിൽ ദൗത്യങ്ങൾ നടപ്പിലാക്കുക എന്നിവയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ചുമതലകൾ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഈ സഖ്യം എത്രത്തോളം നിർണായകമാണ് എന്നതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ ഉയരുന്ന ചോദ്യം, പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിലെ നിലവിലുള്ള സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ. ഗൾഫ് മേഖലയിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെ തകിടം മറിച്ചുകൊണ്ടാണ് ഇറാനെതിരായ അമേരിക്കൻ ഇസ്രയേൽ സംഘർഷം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഈ സഖ്യം പ്രഖ്യാപിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഹോർമുസ് കടലിലേക്ക് യുദ്ധത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ നീക്കം. ആഗോള എണ്ണ പ്രകൃതിവാതക കയറ്റുമതിയുടെ ഏകദേശം 20% കൈകാര്യം ചെയ്തിരുന്ന ഈ പാതയുടെ പ്രവർത്തനം ഏതാണ്ട് നിലച്ച അവസ്ഥയിലാണ് ഇപ്പോൾ. നമുക്കറിയാം, ഒരു കപ്പൽ കഷ്ടിച്ച് കടന്നുപോയാൽ ഒരു ദിവസം 100ഓളം കപ്പലുകൾ കടന്നു പോകുന്ന ഒരു പാതയായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു കപ്പൽ കഷ്ടിച്ച് കടന്നുപോയാൽ അത്രയും മെച്ചം എന്നാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ. ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അതുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. സംഘർഷങ്ങളുടെ ഭാഗമായി
ബാബ് അൽ മന്ദബ്, ചെങ്കടൽ, ഗൾഫ് ഓഫ് ഏദൻ എന്നിവയിലൂടെ സഞ്ചരിക്കുന്ന സൗദി കപ്പലുകൾക്ക് നേരെ യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി പോരാളികളുടെ തുടർച്ചയായ ആക്രമണങ്ങളും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഈ പുതിയ സമുദ്ര സുരക്ഷാ സഖ്യം ഇതിൽ നിർണായകമായേക്കാം എന്ന് സൗദി കരുതുന്നു. കാരണം തങ്ങൾക്ക് ഒറ്റയ്ക്ക് പൊരുതി ജയിക്കാം എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയ ഒരു രാജ്യം കൂടിയാണ് സൗദി. അപ്പോൾ തങ്ങളുടെ ഗുണഫലങ്ങൾ പറ്റുന്ന, തങ്ങളുടെ സാമ്പത്തിക സഹായം ഏറ്റുവാങ്ങുന്ന, തങ്ങളുടെ എണ്ണ ഉപയോഗിക്കുന്ന, തങ്ങളുമായി ബന്ധപ്പെടുന്ന, തങ്ങളുടെ അലയൻസിലുള്ള രാജ്യങ്ങളെ കൂടി ചേർത്തുകൊണ്ട് ഒരു സമുദ്ര സഖ്യം, അതായത് ഒരുപക്ഷെ ലോകത്താദ്യമായി ആയിരിക്കും ഇത്തരമൊരു സഖ്യത്തെക്കുറിച്ചുള്ള വിചാരം പോലും ഉണ്ടാകുക എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ പ്രായോഗിക തലത്തിൽ എത്രത്തോളം ഫലപ്രദമാകുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അതിൻ്റെ പ്രാധാന്യമെന്നും ഇന്റർനാഷണൽ ക്രൈസിസ് ഗ്രൂപ്പിലെ യമൻ വിഭാഗം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്നതും മറ്റുമുണ്ട്. ഗൾഫ് ഓഫ് ഏദനിൽ കടൽ കൊള്ളക്കാർക്കെതിരായ പ്രതിസന്ധി ഘട്ടത്തിൽ രൂപീകരിച്ച ഉൾപ്പെടെയുള്ള നിരവധി സമുദ്ര സുരക്ഷാ സംരംഭങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് വലിയ പ്രായോഗിക തലത്തിലായില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ രാഷ്ട്രീയ പ്രാധാന്യമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പലതിനും തങ്ങളുടെ ലക്ഷ്യങ്ങൾ പ്രായോഗികത്തിലെത്തിക്കാൻ ഇതിൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സഖ്യവും അത് പ്രധാനപ്പെട്ട ഒന്നായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും കരാറുകളും രാഷ്ട്രീയ പ്രതിബദ്ധതകളും കൃത്യമായ നടപടികളുമാക്കി മാറ്റേണ്ടി വരും ഇത്തരം എഗ്രിമെൻറ്റുകൾ, ഇത്തരം കാര്യങ്ങൾ. അതിന് കഴിഞ്ഞാൽ മാത്രമാകും പ്രധാനപ്പെട്ട ഒരു നീക്കമായി ഇത് മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ ഈ സഖ്യം ലക്ഷ്യം വെക്കുന്നത് ഹൂതികളെ പ്രതിരോധിക്കുക മാത്രമല്ല, ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതി ആക്രമണങ്ങളെ കേവലം സൗദിയുടെ പ്രശ്നമല്ല, നമുക്കറിയാം, മറിച്ച് ഒരു ആഗോള പ്രശ്നമായി അവതരിപ്പിക്കാനുള്ള സൗദി അറേബ്യയുടെ ഒരു ശ്രമം കൂടിയാണ്. ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ 2014 യമൻ തലസ്ഥാനമായ സനയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നൊരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മുതൽ അവർ ഏദൻ തുറമുഖ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൗദി പിന്തുണയുള്ള അന്താരാഷ്ട്ര അംഗീകാരമുള്ളതുമായ സർക്കാരിനെതിരെ പോരാട്ടം തുടരുകയാണ്. ഫെബ്രുവരി 28 ടെഹ്റാന് നേരെ നടന്ന ആക്രമണങ്ങളോടെ ഇറാനെതിരായ അമേരിക്ക ഇസ്രായേൽ സംഘർഷം ആരംഭിച്ചത് മുതൽ ഈ പിരിമുറുക്കം കൂടുതൽ വഷളാകുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങി. ഇതിന് പിന്നിൽ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ചെങ്കടലിലെ സൗദി കപ്പലുകൾക്കും എണ്ണ കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ നടത്തിവരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. സംഘർഷം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ ചെങ്കടലിനെയും ഗൾഫ് ഓഫ് ഏദനെയും ബന്ധിപ്പിക്കുന്നതും പ്രധാനപ്പെട്ട വിതരണ പാതയുമായ ബാബ് അൽ മന്ദബ് കടലിടുക്ക് ഹൂതികൾ പൂർണ്ണമായും തടഞ്ഞേക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അതാണ് സൗദി അറേബ്യയുടെ മറുപടി ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അവിടെയാണ് സൗദി പറയുന്നത് ഇത് തങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, എല്ലാ വിപുലമായ ഒരു അന്താരാഷ്ട്ര ശ്രമം ഇതുമായി ബന്ധപ്പെട്ട് ഹൂതികളെയും മറ്റും തടയാൻ ഉണ്ടാവണം. ഈ സഖ്യം ഇതുവരെ പ്രധാനമായും ഒരു പ്രതിരോധ സഖ്യമായാണ് പ്രവർത്തിക്കുന്നത് എന്നും സൗദി കാട്ടുന്നുണ്ട്. ഹൂതികൾക്കെതിരെയുള്ള ആക്രമണം നടത്തില്ല എന്നും സൗദി വ്യക്തമാക്കുന്നത്. അതായത് ഹൂതികളെയോ ഇറാനെയോ ആക്രമിക്കുക എന്നുള്ളത് ഈ സഖ്യത്തിന് ലക്ഷ്യമല്ല. തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുക, അതിൻ്റെ മുന്നറിയിപ്പുകൾ നൽകുക, കൂട്ടായ തരത്തിൽ അതിനെ നേരിടുക എന്നൊക്കെയാണ് ഈ സഖ്യത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ സൗദി നിശബ്ദരായിരിക്കുമെന്ന് ഇതിനർത്ഥമില്ല എന്നും അദ്ദേഹം പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നേരിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചാൽ അതങ്ങനെ സംഭവിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് വിശാലമായ അന്താരാഷ്ട്ര പിന്തുണയോടെ പ്രവർത്തിക്കാൻ സൗദി അറേബ്യ ഒരു സഖ്യത്തിന് കളമൊരുക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ എല്ലാ തരത്തിലും ആക്രമണങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ സൗദി അറേബ്യ എന്ന രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം, അവരുടെ വ്യാപാരം, ഒപ്പം അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം, ആഗോള വ്യാപാരം, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്ന ഒരു സഖ്യമായി ഇതിനെ മാറ്റുക എന്നുള്ളതാണ് സൗദിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്തുകൊണ്ടാണ് ഈ സഖ്യത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം സംഘർഷങ്ങൾക്കുള്ള വേദികൾ ഇനിയും സൃഷ്ടിക്കപ്പെട്ടേക്കാം. അങ്ങനെയാണ് ലോകക്രമത്തിൻ്റെ ഒരു പോക്ക്. സ്വാഭാവികമായും സൗദി പോലെ നമുക്കറിയാം ആക്രമണമൊന്നും ആഗ്രഹിക്കാത്ത, സമാധാനം കാക്ഷിക്കുന്ന, വികസന കുതിപ്പിലേക്ക് പ്രതീക്ഷ അർപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു രാജ്യത്തിന് ഇത്തരമൊരു അന്താരാഷ്ട്ര സഖ്യം, അതും ഒരു സീ അലയൻസ് ആവശ്യമാണ് എന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അത്തരമൊരു നീക്കം സൗദിയുടെ ഭാഗത്തുനിന്നുണ്ടായതും അങ്ങനെയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.